ഞാൻ ജസ്ന. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബിസ്ക്കറ്റ് കാരമൽ ക്രീമി പുഡിംഗ്. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ് ആണിത്. നല്ല ക്രീമി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് ഗുഡ് ഡേ ബിസ്ക്കറ്റും ഒരു ചെറിയ പാക്കറ്റ് മാരിഗോൾഡിൻ്റെ നമ്മുടെ അരോറൂട്ട് ബിസ്ക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് രണ്ടും നന്നായിട്ട് പൊടിച്ചെടുക്കണം. തെരിതെരിപ്പായ രീതിയിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഗുഡ് ഡേ ബിസ്ക്കറ്റും കൂടി ചേർക്കണം കേട്ടോ, അപ്പോഴാണ് ഈ ഒരു പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത് ബിസ്ക്കറ്റിൻ്റെ മിക്സാണത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബട്ടർ ഉരുക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബേസായിട്ടുള്ള പുഡിങ്ങിൻ്റെ ബേസ് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണോ പുഡിങ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്, സെറ്റ് ചെയ്യാൻ വെക്കുന്നത്, അതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ടോ നന്നായിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് പിടിപ്പിക്കണം. ഇനി നമ്മളിതൊന്ന് ഒരു 20 മിനിറ്റ് ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് നട്ട്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂസും ബദാമും കുറച്ച് പിസ്തയും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഈ നട്ട്സും ഞാൻ ഇതുപോലെ തെരിതെരിപ്പായിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ബട്ടർ സ്കോച്ച് ക്രീം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഒരു ഫ്രൈ പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി പഞ്ചസാര നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു സ്പാറ്റില വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതുപോലത്തെ നല്ല ഡാർക്ക് ബ്രൗൺ കളറായി കാരമലൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 100 ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ വരും. ഈ ബട്ടറും ഈ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗറും കൂടി നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി മിക്സ് ആക്കണം. അപ്പോൾ ബട്ടറും ഈ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗറും നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ക്രീം ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ കാരമൽ സോസ് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. നമ്മളിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കാരമൽ സോസ് നമുക്ക് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പുഡിങ്ങുകൾക്കോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ടോപ്പിംഗ് ആയിട്ടോ ഈവൻ കുട്ടികൾക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ടും ഇത് നല്ലൊരു സ്പ്രെഡായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് ക്രീമും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയറായിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കസ്റ്റാർഡ് പൗഡറും പാലും കൂടിയിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് നമ്മൾ ഇളക്കി മിക്സ് ആക്കണം. ഒരു പാനിൽ നമുക്ക് 250 ml കപ്പിൽ 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാൻ മതി. പാലിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാലും പഞ്ചസാരയും കൂടി ചേർത്ത് മിക്സാക്കി നന്നായിട്ട് ഇളക്കി നമ്മൾ തിളപ്പിച്ചെടുക്കണം. പാല് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്താൽ നമ്മൾ കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഏതാണ്ട് ഈ ഒരു പരുവത്തിലേക്ക് വേണം നമുക്ക് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡും പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ളത് തയ്യാറായി കഴിഞ്ഞു. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ ആ ഒരു മോൾഡ് ഞാൻ പുറത്തേക്ക് എടുത്തു. അതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ ആ ക്രീം ഇതുപോലെ കുറച്ചൊന്ന് ഡ്രിസിൽ ചെയ്തിട്ട് കൊടുക്കുക. നല്ലോണം ഒഴിച്ച് കൊടുക്കണ്ട, കാരണം മധുരം കൂടിപ്പോവും. അതിൻ്റെ മേലെയായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സിൻ്റെ പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ മേലെയായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടാവില്ല, അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കസ്റ്റാർഡ് ഒഴിച്ച് കൊടുത്ത് അതെല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം.
30 മിനിറ്റ് നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മേലെ ഒന്നും കൂടി നമ്മൾ കാരമൽ സോസ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഡ്രിസിൽ ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ മേലെയായിട്ട് ബിസ്ക്കറ്റിൻ്റെ പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള നട്ട്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എത്ര വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടം കുറക്കൊക്കെ ചെയ്യാം. ഇനി ഞാൻ ബാക്കി ഉണ്ടായിരുന്ന നമ്മുടെ ആ കസ്റ്റാർഡ് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്രീമി ആയിട്ട് കിട്ടും നമ്മുടെ കസ്റ്റാർഡ്. അതുകൊണ്ടാണ് ഞാനിത് മേലെ ഒഴിച്ച് കൊടുക്കുന്നത്, കുറച്ചും കൂടി ഒന്ന് ആ മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് അടിച്ചെടുത്തത്. അപ്പോൾ ഇനിയും നമുക്ക് ഇതിൻ്റെ മേലെ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ളത് അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ കാരമൽ സോസ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആക്കി ലൈൻ വരച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം ചെയ്താലും മതി. അപ്പോൾ കുറച്ചും കൂടി കാണാനായിട്ട് ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ വെറുതെ നട്ട്സിൻ്റെ ആ പൊടി തന്നെ ഇതിൻ്റെ മേലെ നിന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് പിസ്താഷ്യോ ഫ്ലേക്സ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് എല്ലാം നമ്മുടെ കസ്റ്റാർഡൊക്കെ സെറ്റായി കറക്റ്റ് പാകത്തിനായിട്ട് നമുക്ക് കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. വലിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു പുഡിങ്ങും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.